എല്ലാവർക്കും മെട്രിക് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൻ്റെ വീഡിയോ ആണ്. അധികം ആർക്കും അറിയാത്ത ചുറ്റും പാടവും കായലും ഒക്കെയുള്ള ഒരു ഗ്രാമീണതയിലുള്ള ഒരു ക്ഷേത്രം, കോണത്തോടി ഭദ്രകാളി ക്ഷേത്രം. കോണത്തോടി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി തന്നെ വളരെ മനോഹരമാണ്. കായലിൻ്റെ നടുക്കൂടി തന്നെ വേണം പോകാനായിട്ട്. ഒരു കുഞ്ഞു പാലമുണ്ട്. ആ സമയത്ത് തന്നെ സൈഡിലെ പാടവും കുറേ നല്ല കാഴ്ചകളും ഒക്കെ കണ്ടുപോകാം. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഗ്രാമത്തിലേക്ക് ചെന്ന ഒരു ഫീലാണ്. വാഴപ്പള്ളി തന്നെയുള്ള ഒരു അണ്ടർ റേറ്റഡ് ക്ഷേത്രം ആണെന്ന് തന്നെ പറയാം കോണത്തോടി ശ്രീ ഭദ്രകാളി ക്ഷേത്രം. വളരെയധികം കാം ആൻഡ് ക്വൈറ്റായ ഒരു പ്ലേസ്, ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജി നൽകുന്ന, വൈകിട്ടൊക്കെ നമുക്ക് പോയി മനസ്സറിഞ്ഞ് തൊഴാൻ പറ്റിയൊരു ക്ഷേത്രം കൂടിയാണ് കോണത്തോടി ഭദ്രകാളി ക്ഷേത്രം. ഇതാണ് നമ്മുടെ ക്ഷേത്രം. അങ്ങോട്ടുള്ള വഴിയാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. കണ്ടില്ലേ, പച്ച വിരിച്ച് നിൽക്കുന്ന പുൽപ്പാടങ്ങളും അതിനിടയിലെ ഒരു വരമ്പിൽ കൂടിയുള്ള യാത്രയും നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. അതുപോലെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഞാൻ നമ്മുടെ ഫോണിൽ ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുത്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അതിന് നടുക്കായി കോണത്തോടി ഭദ്രകാളി ക്ഷേത്രം. എല്ലാ ചൊവ്വാഴ്ചയും അതുപോലെ തന്നെ വെള്ളിയാഴ്ചയും വൈകുന്നേരങ്ങളിൽ മാത്രമാണ് ഈ ക്ഷേത്രം തുറന്നു പ്രവർത്തിക്കുന്നത്. ഇനി കൂടുതൽ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്ക് തന്നെ പോകാം. ഞാൻ ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഏകദേശം 5 മണിയാവുന്നുണ്ടായിരുന്നുള്ളൂ. ക്ഷേത്ര നട തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കരധികം വ്യത്യാസമാണ് കഴിഞ്ഞ വർഷത്തെക്കാട്ടും ഈ വർഷം കോണത്തോടി ക്ഷേത്രത്തിൽ. ആകെ മൊത്തത്തിലൊന്ന് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഭയങ്കരമായ ഒരു എന്താ പറയുക, പോസിറ്റീവ് എനർജി ഒന്നാമതെ, രണ്ടാമത്തെ ആ ഭംഗിയും കാഴ്ചകളും ഒക്കെ മൊത്തത്തിലൊന്ന് മാറിയിട്ടുണ്ട്. ഭയങ്കര രസമായിട്ടുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ മകരഭരണി മഹോത്സവമാണ് ഈ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടന്നു വരുന്നത്. നൂറ്റാണ്ടുകളുടെ പഴമയും പ്രതാപവും വിളിച്ചോതി ജലാശയത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കോണത്തോടി ശ്രീ ഭദ്രകാളി ദേവീക്ഷേത്രത്തിലെ മകരഭരണി മഹോത്സവത്തിൻ്റെ കാഴ്ചകൾ കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത്. ദേവകലകളുടെ സാന്നിധ്യ പുഷ്ടിക്കും ക്ഷേത്ര ചൈതന്യ വർധനവിനും ദേശത്തിൻ്റെ ദേശവാസികളുടെയും സർവ്വ ഐശ്വര്യത്തിനും വേണ്ടി നടത്തപ്പെടുന്ന തിരുവുത്സവമാണ് കോണത്തോടി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ മകരഭരണി മഹോത്സവം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ക്ഷേത്രത്തിലെ കൊടിയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ പന കാണാം. കാരണം ഇവിടെ ഗുരുതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര വിശേഷമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ സൈഡിലായി കുറേ എന്താ പറയുക, മുളയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ക്ഷേത്രത്തിൽ ദേവിക്ക് പുറമെ ഉപദേവന്മാരായി യോഗീശ്വരൻ, അതുപോലെ തന്നെ നാഗരാജാവ്, നാഗേഷി, അല്ലാതെ കുറച്ച് ഉപദേവന്മാരും ഉണ്ട്. ഫെബ്രുവരി 3 രാവിലെ 10 മണിക്കും 10:30ക്കും മധ്യേയായിരുന്നു ക്ഷേത്ര മേൽശാന്തി കൂടിയായ ശശിധരൻ കണ്ണന്തറയുടെ മുഖ്യ കാർമ്മികത്തിൽ കൊടിത്തൂക്കം നടന്നത്. അതുപോലെ തന്നെ പുതിയതായിട്ട് ഉണ്ടാക്കിയ നടപ്പന്തൽ സമർപ്പണം കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ കോണത്തോടി ഭദ്രകാളി ക്ഷേത്രത്തിലെ ക്ഷേത്രം മേൽശാന്തിയോട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇവിടുത്തെ വിശേഷതയെക്കുറിച്ചും ചോദിക്കാം. നമസ്കാരം. തിരുമേനിയുടെ പേരെന്ന് പറയാം.
ശശിധരൻ. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? ഐതിഹ്യത്തിൻ്റെ എൻ്റെ അറിവ് വെച്ച് പറഞ്ഞാൽ ഇതിൻ്റെ യോഗീഷ് എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ മുത്തൻ എന്ന് പറയുന്ന ആൾ കൊടുങ്ങല്ലൂർ ഒരു സേവക്കാരനായിരുന്നു. ശരി. എല്ലാ വർഷവും കൊടുങ്ങല്ലൂർ പോകും. അവസാനം വന്നപ്പം കൊടുങ്ങല്ലൂർ പോകാൻ വരുന്ന അവസരത്തിൽ ലാസ്റ്റ് ദിവസം അവിടെ ചെന്ന് പറഞ്ഞ് എനിക്ക് ഇനിയും വരാൻ പറ്റുകയില്ല, അതിൻ്റെ ആരോഗ്യ സംബന്ധമായ കുഴപ്പങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് ജീവനുള്ള ദൈവത്തെ തന്നു വിടാൻ പറഞ്ഞു. അന്ന് കൊടുങ്ങല്ലൂരിരുന്ന് അതിൻ്റെ തിരുമേനിമാർ അന്ന് ഈ ഭദ്രേനെ, ജീവനുള്ള ഭദ്രേനെ മുത്തിന് കൊടുത്തു വിട്ടതാണ്. അങ്ങനെയാണ് അതിവിടെ സ്ഥാപിച്ച്. ഞങ്ങളന്ന് 12 വീട്ടുകാരുണ്ടായിരുന്നു. ഇപ്പോൾ അവരൊന്നും ഇല്ല. ഇപ്പോൾ 2 വീട്ടുകാരേ ഉള്ളൂ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത്. മറ്റുള്ളവരെല്ലാം മറ്റേ രീതിയിലൊക്കെ മാറി. ശരി. അങ്ങനെയാണ് ഇവിടെ നമ്മുടെ കോണത്തോടി ഭദ്രകാളി ക്ഷേത്രം ഉണ്ടാകുന്നത്. ഓരോ ദിവസം ചെല്ലുന്നോറും ജനങ്ങൾ കൂടുന്നു, വിശ്വാസം കൂടുന്നു. പ്രധാന ചടങ്ങുകൾ എന്താണ് ഇവിടെ? പ്രധാന ചടങ്ങെന്ന് പറഞ്ഞാൽ അശ്വതി ഭരണിയാണ് ഇവിടുത്തെ പ്രധാന ദിവസങ്ങൾ. മകരത്തിലെ അശ്വതി ഭരണിയാണ്. അശ്വതിക്ക് താലവും, അല്ല ഭരണിക്ക് താലവും അശ്വതിക്ക് കുരിശി. ശരി. കോഴി വെട്ടിയാണ് ഇപ്പോഴും ഇവിടെ കുരിശി നടത്തുന്നത്. ഈ വർഷം വരെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി ശരി. പിന്നെ പ്രധാനപ്പെട്ട ഒരു വഴിപാടെന്ന് പറയുന്നത് ദണ്ട് വഴിപാടെന്ന് പറഞ്ഞ് ഒരു വഴിപാട് അവിടെ ഉണ്ട്. അത് മാവ് ഇവിടെ ഇട്ട് നെല്ലിടിച്ച് പൊടിയാക്കി പാളയ്ക്കകത്ത് തീയിൽ ബന്ധെടുക്കുന്നതാണ് പ്രധാനപ്പെട്ട വഴിപാട്. പിന്നെയാണ് ഇതിലെ കുരിശി. ശരി. പിന്നെ മുത്തന് വെള്ളം കൂടി, അതുകൊണ്ട് അവലും മലരും കള്ളും എല്ലാം വെച്ച് മുത്തന് വെള്ളം കൂടി നടത്തിയിട്ട് വേണം ഇവിടെ പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പം മകരത്തിലെ എല്ലാ വർഷത്തെയും മകരത്തിലെ അശ്വതിയും ഭരണിയാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങുകളും വഴിപാടും അല്ലേ? വളരെ നന്ദിയുണ്ട്. മകരമാസത്തിലെ അശ്വതിയും ഭരണിയുമാണ് ഇവിടുത്തെ പ്രധാന വിശേഷം. അതുപോലെ തന്നെ ഈ വഴിയിലൂടെ ഓരോ ഭക്തജനങ്ങളും അതുപോലെ തന്നെ ആൾക്കാരും ഒക്കെ വരുന്ന കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഈ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ തോന്നില്ല. അത്രയധികം ഒരു ഭംഗിന്ന് പുറമെ നമുക്കൊരു സമാധാനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു ക്ഷേത്രം കൂടിയാണ് കോണത്തോടി ശ്രീ ഭദ്രകാളി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് കൊടുങ്ങല്ലൂർ ഭഗവതി തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന് ഇവിടെ കുടിയിരിക്കുന്നു എന്ന രീതിയിലാണ് ഈ ക്ഷേത്രം മേൽശാന്തി കൂടിയായ നമ്മുടെ ശശിധരൻ കണ്ണന്തറ ചേട്ടൻ പറഞ്ഞത്. അപ്പം പറ്റുന്നവരൊക്കെ ഈ ക്ഷേത്രത്തിൽ വന്ന് ഒരു പ്രാവശ്യമെങ്കിലും തൊഴുത് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫ്രം ജീവേഷ്.